ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാനൊരു ഹോം ഓർഗനൈസിങ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. അപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഹോം ഓർഗനൈസിങ്, ക്ലീനിങ് ഒക്കെ ആയിട്ടുള്ള കുറച്ച് ഹോം ഹാക്സ് ആണ് കേട്ടോ. അപ്പോൾ കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കാൻ മറക്കില്ല. പിന്നെ അതേപോലെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ കൂടെയുള്ളൊരു ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ തന്നെ സെലക്ട് ചെയ്യാനും വിട്ടുപോകല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്, നമ്മളുടെ ഈ ഒരു ഡ്രോവറിൽ കുറേ നാളായിട്ട് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇതിൻ്റെ ഒരെൻഡിൽ കുറച്ച് പാത്രങ്ങളുണ്ട്, അതേപോലെ തന്നെ അല്ലാത്ത നമ്മളുടെ ഈ വൈപ്പ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ക്ലോത്ത്സും ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് വേറൊരു കബോർഡിൽ കുറച്ച് മുകളിലായിട്ട് ബോട്ടിൽസ് ഇരിപ്പുണ്ട്. അപ്പോൾ ആ ബോട്ടിൽസ് എപ്പോഴും എടുക്കാനായിട്ട് കുറച്ച് പാടാണ് താഴെ വന്നിട്ട്. അപ്പം ആ ബോട്ടിൽസിനെ ഇങ്ങോട്ടേക്കും ഷിഫ്റ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന കുറച്ച് സാധനങ്ങളുടെയൊക്കെ സ്ഥലം മാറ്റാം. അപ്പോൾ ഇവിടെ കൺവീനിയൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. കാരണം ആദ്യം ഞാൻ നേരെ തിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ കബോർഡ് തുറക്കുമ്പോൾ ബോട്ടിൽസ് ഒക്കെ ഇരിക്കുന്ന കാണാൻ ഒരു ഭംഗിയാണല്ലോ വിചാരിച്ചിട്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലായി നമുക്കിത് എടുക്കാനും വെക്കാനും ഒക്കെ നല്ല പാടാണ്. സെക്കൻഡ് ഹാക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ബെഡ്റൂമിൽ ബെഡ്ഷീറ്റ്സ് ഒക്കെ നമ്മൾ എന്തായാലും ഒരു സ്ഥലത്ത് അടുക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഞാൻ മുകളിലാണ് വെച്ചിട്ടുള്ളത്. ഈ മുകളിൽ വെക്കുന്ന ബെഡ്ഷീറ്റ്സ് വെറുതെ അടുക്കി വെക്കുമ്പോഴത്തേക്കിനും ഭയങ്കര പാടാണ് താഴെ നിന്നിട്ട് എടുക്കാനായിട്ട് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. ഈ ബാസ്ക്കറ്റിലേക്ക് ആ ബെഡ്റൂമിലേക്ക് ആവശ്യമുള്ള ഒരു 2, 3, 4 ബെഡ്ഷീറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ താഴെ നിന്ന് എടുക്കുമ്പോൾ ബാക്കിയിരിക്കുന്ന എല്ലാം കൂടെ മറിഞ്ഞു വീഴത്തില്ല. ജസ്റ്റ് ഈ ബാസ്ക്കറ്റ് മാത്രം എടുക്കുക, അതിലേക്ക് ആവശ്യമുള്ളത് വെക്കുക, ബാക്കി തിരിച്ചു വെക്കുക. ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ലോണ്ട്രി ഏരിയനെ ഒന്ന് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വാഷിംഗ് മെഷീന്റെ മുകളിലായിട്ടുള്ള സ്പേസിൽ നമ്മൾ ആ ഒരു ലോണ്ട്രി പർപ്പസിന് യൂസ് ചെയ്യുന്ന സാധനങ്ങളിനെയൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ കോർണർ സെറ്റ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സോപ്പ് പൗഡർ വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മൾ തുണി കഴുകുമ്പോഴത്തേക്കിനും യൂസ് ചെയ്യുന്ന ഫാബ്രിക് സോഫ്റ്റ്നർ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ബാസ്ക്കറ്റ് വെച്ചിട്ട് അതിലേക്ക് നമ്മൾക്ക് അയൺ ചെയ്യാനുള്ള ക്ലോത്ത്സും അതിന്റെ കൂടെ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ലോണ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഒരേ കോർണറിൽ വെക്കുമ്പോഴത്തേക്കിനും നമുക്ക് വാഷ് ചെയ്യാനായിട്ടും എളുപ്പമാണ്. പിന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും ഏതൊക്കെ ക്ലോത്ത്സ് ആണ് അയൺ ചെയ്യാനായിട്ട് അത്യാവശ്യമായിട്ടുള്ളത് എന്നുള്ളത്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കിനും ആ ഒരു ലോണ്ട്രി കോർണർ സെറ്റ് ആയിട്ടുണ്ട്. അടുത്തത് വാർഡ്രോബിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ബോക്സിൽ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കാം. ഇത് മോളുടെ കുറച്ച് സ്വിമ്മിങ് ഐറ്റംസ്, സ്വിമ്മിങ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്സസറീസും സ്വിം സ്യൂട്ട് ഒക്കെ വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഭദ്രമായിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കിനും എവിടെ എന്താ വെച്ചേക്കുന്ന ഒരു ഓർമ്മ ഉണ്ടായിരിക്കത്തില്ല. അപ്പം ഞാനൊരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്കിനും അവർക്ക് എപ്പോഴെങ്കിലും ആവശ്യമൊക്കെ ഉള്ളപ്പോഴത്തേക്കിനും എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ സ്റ്റിക്കർ ഉണ്ടാവും, അത് നോക്കിയിട്ട് അവർക്ക് എടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ, നമ്മൾ ഈ ഷൂസ് ഒക്കെ വെക്കുന്ന സ്ഥലത്ത് നമ്മൾക്ക് ചിലപ്പോൾ പോവാനായിട്ട് ഇറങ്ങുമ്പോഴായിരിക്കും ആ ഷൂസ് ഒന്ന് വൈപ്പ് ചെയ്യണം തോന്നുക, അല്ലെങ്കിൽ അതിനെ ഒന്ന് പോളിഷ് ചെയ്യണം എന്നൊക്കെ തോന്നുക. പിന്നെ നമ്മൾ ഓരോ സാധനങ്ങൾ അന്വേഷിച്ച് നടക്കേണ്ടതായിട്ട് വരും. ഇവിടെ ഞാൻ ഒരു ചെറിയ ബോക്സിനകത്ത് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം, ഒരു ഷൂ പോളിഷ്, അതേപോലെ തന്നെ അതിനുള്ള ബ്രഷ്, പിന്നെ ഒരു ചെറിയ ക്ലോത്ത്, അതെല്ലാം കൂടി ഒരു ചെറിയ ബോക്സിലാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേനും നമ്മളിപ്പോൾ പോവാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് ഇത് ഓർക്കുന്നതെങ്കിലും ആ മൊമെന്റിൽ തന്നെ പിന്നെ അകത്തേക്ക് ആ ഷൂസ് ഇട്ടിട്ട് തിരിച്ച് കയറുകയും വേണ്ട. അതേപോലെ തന്നെ അകത്ത് വീണ്ടും പൊടിയും അഴുകുമൊന്നും ആവത്തില്ല. ആ ക്ലോത്ത് വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് വൈപ്പ് ചെയ്യാം. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളിനെ ഒരുമിച്ച് വെക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ചില ഷൂസ് അല്ലെങ്കിൽ ചില ചെരുപ്പുകളൊന്നും തന്നെ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കത്തില്ല, ചില ഒക്കേഷൻസിന് മാത്രം യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയുള്ള ഐറ്റംസിനെ നമ്മൾ എപ്പോഴും ഓപ്പൺ സ്പേസിൽ അല്ലെങ്കിൽ വെയിൽ കൊള്ളുന്നിടത്ത് അല്ലെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ വീഴുന്നിടത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അത് വളരെ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. അങ്ങനെ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കുറച്ച് നാളും കൂടി അതിൻ്റെ ഒരു ലൈഫ് നീട്ടിക്കൊണ്ടു പോവാനായിട്ട് ഒന്നെങ്കിൽ ക്ലോത്ത് ബാഗ്സ് ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് കവർ ചെയ്തിട്ട് വെക്കുവാണെങ്കിൽ കുറച്ച് നാളും കൂടി അതിരിക്കും. പിന്നെയുള്ളൊരു ഹാക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ പണ്ട് മുതലേ ചെയ്യുന്ന കാര്യമായിരിക്കും. അതായത് നമ്മളുടെയൊക്കെ റൂമിൽ വെയിൽ കൊള്ളുന്ന ഒരു റൂം അല്ലെങ്കിൽ വെയിൽ അകത്തേക്ക് കയറുന്ന റൂം ആണെങ്കിൽ ആ ഒരു വെയിൽ കുറച്ച് നേരമെങ്കിലും അകത്തേക്ക് വരാൻ പറ്റുന്ന രീതിയിൽ വിൻഡോ ഓപ്പൺ ആക്കി ഇടുവോ അല്ലെങ്കിൽ കേർട്ടൻ മാറ്റി ഇടുവോ ഒക്കെ ചെയ്യാം. അതേപോലെ അധികം വെയിലൊന്നും കൊള്ളാതെ ഇരിക്കുന്ന വാർഡ്രോബിലിരിക്കുന്ന ക്ലോത്ത്സ് ചില സമയത്ത് അതിൽ പൂപ്പൽ പിടിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എസ്പെഷ്യലി നിങ്ങളിപ്പോൾ
ഒരു ലോങ് പീരീഡിലേക്ക് എവിടെയെങ്കിലും പോകുവാണ്, വെക്കേഷനൊക്കെ പോകുവാണ്, ഒരു 1 month ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും നമ്മളെ സംബന്ധിച്ച് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു പരിധി വരെ നമ്മൾക്ക് അവോയ്ഡ് ചെയ്ത് നിർത്താൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഈ ചാർക്കോൾ പീസസ് കിട്ടും, അതൊന്നെങ്കിൽ ഒരു ചെറിയ ബാഗിനകത്താക്കി അതിനെ ആ ക്ലോത്ത്സ് ഇരിക്കുന്ന വാർഡ്രോബിൽ വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈറ്റ് ചോക്കില്ലേ, വൈറ്റ് ചോക്കിനാണെങ്കിലും ആ ഒരു വാർഡ്രോബിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഈർപ്പം ഉണ്ടെങ്കിൽ ഈ ചോക്ക് അതിനെ അബ്സോർബ് ചെയ്തോളും. അതേപോലെ തന്നെ ഇപ്പം ബാഗ്സ് അല്ലെങ്കിൽ പേഴ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാതിരിക്കുന്നതാണെങ്കിലും ഉപയോഗിക്കുന്നില്ലെങ്കിലും അത് ചിലപ്പോൾ കുറച്ച് പഴയതുപോലെ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതിനെയും ഉപയോഗിക്കാത്ത ബാഗ്സിനെ നമ്മൾക്ക് കവർ ചെയ്തിട്ട് വെക്കാം. മിക്കവാറും ചില ബാഗ്സ് ഒക്കെ വരുന്നത് അതിന് ക്ലോത്ത് ബാഗ്സ് ഓൾറെഡി ഉണ്ടാവും ആ ബാഗിന്റെ കൂട്ടത്തിൽ, അതിൽ കവർ ചെയ്ത് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ തിന്നായിട്ടുള്ള പ്ലാസ്റ്റിക് റാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും കുറച്ച് നാളും കൂടി അതിരിക്കും. അതേപോലെ തന്നെ നമ്മളുടെ ഷൂ റാക്കിലായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ഒരു മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളത്. അവിടെയും നമുക്ക് ഇതേപോലെ ചാർക്കോൾ പീസസിനെ ചെറിയൊരു ബാഗ് പോലെ കുഞ്ഞൊരു ബാഗിലാക്കിയിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് പിടിച്ചോളും. നമുക്കറിയാം ഈ ഷൂസിനകത്ത് മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സ്മെല്ല് വരും. ഇനിയുള്ള ഒരു ഓർഗനൈസിങ് ഐഡിയ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ചെയ്യുന്നത്, ഇപ്പൊ കുട്ടികളുടെ റൂമിൽ അവരുടെ ഒരു വാർഡ്രോബിനുള്ളിൽ ചെറിയൊരു ഹുക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് അവർ ഉപയോഗിക്കുന്ന ഒരു 2-3 ബാഗൊക്കെ അതിലേക്ക് വെക്കാനായിട്ട് പറ്റും. അല്ലാതെ ഇവിടെ നമ്മൾക്ക് ബാഗ്സ് മാത്രം വെക്കാനായിട്ട് ഒരു സ്പേസ് ഒന്നും അഡീഷണലി ഇല്ല. അപ്പം ഇതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ 3-4 ചെറിയ ബാഗ്സ്, കുട്ടികളുടെ ബാഗ് ഇപ്പൊ അവർ പുറത്തൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകുന്ന ബാഗ് എന്ന് പറയുമ്പോൾ വലിയ വെയിറ്റ് ഒന്നും ഉണ്ടായിരിക്കത്തില്ലല്ലോ. ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയയും ആണ്. അതേപോലെ തന്നെ നമ്മൾ അവർക്ക് തന്നെ ഇപ്പൊ പുറത്തൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് അന്വേഷിച്ച് നടക്കുകയും വേണ്ട അവരുടെ ബാഗ്സ് എവിടെയാണ് ഇരിക്കുന്നതെന്നുള്ളത്. കറക്റ്റ് ആയിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എല്ലാ സാധനങ്ങൾക്കും എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അടുത്തതായിട്ട് ഞാൻ ഈ ഓർഗനൈസിങ്ങിന് ഒരു ബാസ്ക്കറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വാർഡ്രോബിൽ ഈ ഒരു സ്പേസ് നോക്കിയാൽ കാണാം ഇവിടെ കുറേ സാധനങ്ങൾ, ഷീറ്റ്സും കർട്ടൻസ് ഒക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ ഓരോ സാധനം എടുക്കണം എന്നുണ്ടെങ്കിൽ ഓരോന്നായിട്ട് ഇങ്ങനെ പൊക്കി നോക്കണം, വലിച്ചു നോക്കണം. ചില സമയത്ത് ഇങ്ങനെ മറിഞ്ഞു വീഴും. അപ്പോൾ ഇവിടെ ഞാൻ ഒരു വയർ ബാസ്ക്കറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഈ സാധനങ്ങളെല്ലാം അടുക്കി വെച്ച് കഴിഞ്ഞാൽ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ എന്ത് ഐറ്റം ആണോ നോക്കേണ്ടത് അത് നോക്കാൻ വേണ്ടിയിട്ട് ഈ ബാസ്ക്കറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സാധനങ്ങൾ കാണാനും പറ്റും, എടുക്കാനായിട്ട് എളുപ്പമാണ്. എന്നിട്ട് ഇതിനെ തിരിച്ചങ്ങ് അകത്തേക്ക് വെച്ചാലും മതി. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഹാക്സ് ആൻഡ് ടിപ്സ് ഒക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതേപോലെ ഇത് ഹെൽപ്ഫുൾ ആകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടൊന്നും മറക്കല്ല. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.